എനിക്ക് ഇതുപോലെ മൂക്ക് വേണം എന്ന് പറഞ്ഞ ഡോക്ടറെ അടുത്തേക്ക് വരുന്ന ആൾക്കാരുണ്ട്. വളരെയധികം ആണോ? ഓക്കെ. ആൻഡ് നമ്മൾ ഇനി റൈനോപ്ലാസ്റ്റിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മൂക്ക് ശരിയാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന്റെ ഒരു വലിയൊരു ഘടകമായിട്ട് ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത്. എന്താണ് കൂടുതൽ എന്ത് കൺസേൺ ആണ് ആൾക്കാർ ഡോക്ടറിന്റെ ഒ പിയിൽ വരാറുള്ളത്? നമ്മളുടെ ഒരു ക്യാരക്ടർ, ഒരു മുഖത്തിൻ്റെ ക്യാരക്ടർ നോസാണെന്ന് എല്ലാവരും പറയും. നല്ല വലിയ നോസാണോ, പേർട്ടായിട്ടുള്ള നോസാണോ, ക്യൂട്ടായിട്ടുള്ള നോസാണോ, പല പല കൺസെപ്റ്റ് ഉണ്ട്. അപ്പം ആൾക്കാർ വരുന്നത് ഒരു മൂക്കാണെങ്കിലും അതിൻ്റെ പ്രശ്നങ്ങൾ ഒരു സ്പെക്ട്രമാണ്. മൂക്കിൻ്റെ മോൾ ഭാഗം വലുതായിട്ടൊണ്ടിരിക്കാം, അത് ഡോഫിൽ ഹമ്പ് എന്ന് പറയും. അല്ലെങ്കിൽ പാലമില്ല, അതിൻ്റെ സാഡിൽ നോസ് എന്ന് പറയും. ടിപ്പ് ചിലപ്പം ഭയങ്കര ബ്രോഡായിരിക്കാം, ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ഭയങ്കര ബ്രോഡായിരിക്കാം, നമ്മുടെ മൂക്കിൻ്റെ ഓപ്പണിംഗ് നെർവ് ഭയങ്കര വലുതായിരിക്കാം. അങ്ങനെ പല കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ആയിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് ആൾക്കാർ വരാറുണ്ട്. ഓരോ ആൾക്കാരും നമ്മൾ വിശദമായി സംസാരിച്ച് അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ചികിത്സാ രീതി അവർക്ക് ഓഫർ ചെയ്യാനായിട്ട്. ഓക്കെ. ആൻഡ് ഒരു ചികിത്സ എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു ഭംഗിക്കുറവായിട്ട് മിക്ക ആൾക്കാരും വരുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ഫോട്ടോ കൊണ്ടുവന്നിട്ട് എനിക്ക് ഇതുപോലെ മൂക്ക് വേണം എന്ന് പറഞ്ഞ ഡോക്ടറെ അടുത്തേക്ക് വരുന്ന ആൾക്കാരുണ്ട്. വളരെയധികം. ആണോ? ഓക്കെ. ശരിക്കും അത് പോസിബിൾ ആണോ? ഒരു കാണിച്ച മൂക്ക് പോലെ ശരിക്കും വെച്ചു കൊടുക്കാൻ പറ്റാറുണ്ടോ? നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ഫൗണ്ടേഷൻ ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മളൊരു കെട്ടിടം നമ്മൾ കെട്ടുന്നു, ഒരു സ്ക്വയർ ആയിട്ടൊരു ഫൗണ്ടേഷൻ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു സർക്കുലർ ആയിട്ട് വീട് ഉണ്ടാക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുപോലെ നമുക്കൊരു ഫൗണ്ടേഷൻ ഉണ്ട്, നമുക്കൊരു മൂക്കുണ്ട്. ആ മൂക്കിൻ്റെ ആകൃതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, വണ്ണം കൂട്ടുക, വണ്ണം കുറയ്ക്കുക, പൊക്കം കൂട്ടുക, പൊക്കം കുറയ്ക്കുക, അത് നാരോ ആക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. വേറൊരാളുടെ മൂക്ക് നമ്മുടെ മുഖത്തോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അതുപോലൊരു മൂക്കാക്കാനായിട്ട് അസാധ്യമാണ്. ഓക്കെ.